ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എല്ലാ നാട്ടിലും മഴയുണ്ടല്ലോ, ഇവിടെയും നല്ല മഴയാണ്. അപ്പോൾ ഗേസ് ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് മീൻ കിട്ടി. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ഫിലോപ്പിയ എന്ന് പറയും. അപ്പം ഇത് ഫ്രൈ ചെയ്യാനാണ് നല്ലത്. അപ്പം ഇത് ക്ലീൻ അപ്പം മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനിച്ചായിട്ടുണ്ട് വീഡിയോസൊന്നും പിടിക്കാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ക്ലീൻ ചെയ്ത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇങ്ങനെ മീനിൻ്റെ നടുക്ക് ഭാഗം കത്തി വെച്ചിട്ട് വരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടോട് കൂടിയിട്ട് ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴയാണ്. ഇതുവരെ മഴ ഒന്നും തോന്നിട്ടില്ല. അത്രയ്ക്ക് മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ആരുമില്ല, മക്കളൊക്കെ എല്ലാവരും ട്യൂഷന് പോയേക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത് ഇപ്പോൾ. പിന്നെ രാവിലെ അവർ വരുമ്പോഴത്തേക്ക് കാപ്പി ഉണ്ടാക്കണം. അവർ കഴിച്ചിട്ടല്ല പോകുന്നത്, വന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പം അവർക്ക് കാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വീശപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് കിണ്ടി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കുട്ടികൾ വരുമ്പോഴത്തേക്ക് കാപ്പി കൊടുക്കാൻ. അപ്പോൾ അവർക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു. ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്കിനത്തേക്ക് വേണ്ടിയിട്ട് കറി വയ്ക്കാനാണ് ചാളമീൻ. അപ്പോൾ നമ്മളെ മീൻ ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെയാണ്, ഒത്തിരി ജോലിയുണ്ട്. അപ്പം നമുക്ക് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ബാക്കി പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറേ ജോലികളുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചക്ക ഉണ്ട് കുറച്ച്. അപ്പോൾ ചക്ക കിട്ടിയിട്ടുണ്ട്, അത് കറി വയ്ക്കണം, ചക്കക്കൂട്ടാൻ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് പച്ചക്കറി ഇരിപ്പുണ്ട്, അതെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ചക്കയുടെ പൂഞ്ചെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കറി വയ്ക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തതാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് വയ്ക്കുന്നില്ല. പകരം ഞാൻ മുരിങ്ങക്ക കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. ചോറ് റെഡിയായിട്ടുണ്ട്, നമ്മൾ ചോറ് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചക്കക്കുരു, അതൊരു കറി വയ്ക്കാനാണ്. പിന്നെ ചക്ക ഉണ്ട്, മീൻ ക്ലീൻ ചെയ്തത്, പിന്നെ മാങ്ങ, മുരിങ്ങക്ക. അപ്പം മീൻ കറി ഉണ്ടാക്കാനായിട്ടാണ്. ഇത് മുരിങ്ങക്ക കറി ഉണ്ടാക്കാനാണ്. അതിൽ മാങ്ങയും ചക്കക്കുരു എല്ലാം കൂടി ഇട്ടിട്ട് കറി വയ്ക്കും. പിന്നെ കുറച്ച് മീനും കൂടി നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്ക കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും, എങ്ങനെയാണെന്നുള്ള. പല സ്ഥലങ്ങളിലും പല രീതിക്കാണ് വയ്ക്കുന്നത്. ഇത് മാങ്ങ, ചക്കക്കുരു, സവാള, മുരിങ്ങക്ക എല്ലാം കൂടി ഇട്ടിട്ട് കറി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ വേറൊരു ദിവസം വയ്ക്കും. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ വയ്ക്കുന്നത്. പിന്നെ അപ്പോൾ മക്കളെ നമ്മുടെ ചക്കക്കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്കിനത്തെ ഫുഡിൻ്റെയാണ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ. അപ്പം ചാളമീൻ കറി വെച്ചിട്ടുണ്ട്, കറിച്ചട്ടിയിലാണ് വയ്ക്കുന്നത്. പിന്നെ അതുപോലെ മീൻ ഫ്രൈ ചെയ്തിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ മുരിങ്ങക്ക കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാത്രിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അരി ആട്ടാനായിട്ട്, അതായത് ദോശയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അരി വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ രാത്രി അരി ആട്ടാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം പിറ്റേന്ന് ദോശയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് മാത്രമല്ല, പിറ്റേന്നത്തേക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നൈറ്റിൽ തന്നെ എല്ലാം റെഡിയാക്കി വയ്ക്കാമെന്ന് പറഞ്ഞ് ആക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അരിയും ചോറും കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശയ്ക്ക് ആട്ടിയെടുക്കാനാണ്. അപ്പോൾ ഞാൻ ചോറും ഉഴുന്നും അരി എല്ലാം കൂടിയൊക്കെ ഇട്ട് അരി ആട്ടാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നിറഞ്ഞു പോയി. അപ്പോൾ കുറച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ വെള്ളം കുറച്ച് വയ്ക്കണം. ദോശയ്ക്ക് ആകുമ്പോഴത്തേക്ക് വെള്ളം കുറച്ച് വെച്ചിട്ട് അല്ലേ ആട്ടുന്നത്. അപ്പം ഞാനും അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വെച്ചു, അരിയൊക്കെ ഇട്ട് ദോശയ്ക്ക് ആട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയുടെ മാവ് വീഴ്ത്തുന്നുണ്ട്.
ഇനി നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ അരിയാനിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം. കാരണം പിറ്റേന്ന് നല്ല തിരക്ക് പിടിച്ച ഒരു ജോലിയുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ ബാക്കി കുറച്ചും കൂടി അരി അരയ്ക്കാനുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ മാറ്റി വയ്ക്കും. ഞാൻ ഒരുപാട് കുറച്ച് അധികം അരി എടുത്ത് വെള്ളത്തിലേക്കും ഉഴുന്നും അരിയും കൂടി, എന്നിട്ട് ബാലൻസ് അന്നത്തേക്ക് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ ഇതേപോലെ ഒരു ടിന്നിനകത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നൈറ്റ് ആകുമ്പോഴത്തേക്ക് എന്താണോ ഉണ്ടാക്കുന്നത്, അപ്പമാണോ ദോശയാണോ ഇഡ്ഡലി എന്താണോ അപ്പോഴും ഞാൻ അതിനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അപ്പത്തിനാണോ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് തേങ്ങയും ചോറും കൂടി അരച്ച് ചേർക്കും. അതല്ല ദോശയ്ക്കാണെങ്കിൽ ചോറ് മാത്രമേ ചേർക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഇനി ബാക്കി ബാലൻസ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും. കാരണം മിക്ക ദിവസം രാത്രി ഞാൻ അരി ആട്ടാൻ മറന്നു പോകും, ഇല്ലെങ്കിൽ അരി വെള്ളത്തിൽ ഇടാനൊക്കെ മറന്നു പോകും. അപ്പം കുട്ടിയൊക്കെ പിറ്റേന്ന് കാപ്പി ഉണ്ടാക്കുക എന്തിനുണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ അരി വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നമ്മൾ അന്നത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഇതേപോലെ ഫ്രിഡ്ജിലങ്ങ് വയ്ക്കും. അപ്പോൾ പിറ്റേന്ന് രാത്രി അതേപോലെ എടുക്കാമല്ലോ നമുക്ക്. പിന്നെ കുറച്ച് പച്ചക്കറികൾ, അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പം സാമ്പാറും ദോശയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ പിറ്റേന്ന് ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും കാണിക്കുന്നതായിരിക്കും എന്താണെന്നുള്ളത്. അപ്പോൾ ഗേസ് നിങ്ങൾ പച്ചക്കറി സാമ്പാറിന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡിന് സ്പെഷ്യൽ കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് ഫുഡിൻ്റെ മാത്രമായിട്ടുള്ളൊരു ഇതായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പാറെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി ഇനി അടുപ്പത്ത് വയ്ക്കാം, കുക്കർ അടച്ചിട്ട്. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.